ഊഞ്ഞാൽ കണ്ടാൽ ഒന്ന് ആടിയില്ലെങ്കിൽ പിന്നെ എന്തോണം? ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ CPM നേതാവ് IP ബിനു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം കുറിച്ച വരികളാണിത്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷന് മുന്നിൽ പോലീസുകാർ നോക്കി നിൽക്കെയാണ് ഓണം ആഘോഷിച്ച് ബിനുവും സംഘവും ഊഞ്ഞാലാടിയത്. ED കേസിലെ പ്രതികളുടെ ഊഞ്ഞാലാടൽ വിവാദമായതോടെ ബിനുവിൻ്റെ റീൽസ് മെറ്റ നീക്കം ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിലാണ് IP ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തത്. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ബിനുവും എത്തിയത്. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് ബിനുവിന്റെ റീൽസ് മെറ്റ നീക്കം ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP റവട ചന്ദ്രശേഖർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസുകാർ ആഘോഷത്തിന് തിരഞ്ഞെടുത്ത വേഷം കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് യാദർച്ഛികമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേ നിറത്തിലുള്ള വസ്ത്രം തന്നെ സ്റ്റേഷനിലെത്തിയ പ്രതികൾക്ക് കിട്ടിയതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. നഗരത്തിലെ വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് പോലീസുകാർക്ക് ഒരേ നിറത്തിലെ ഷർട്ട് എടുത്തപ്പോൾ 3 എണ്ണം അധികം വാങ്ങിയിരുന്നു. ഇത് ED കേസിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നുവെന്നാണ് സംശയം. പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഷർട്ട് വാങ്ങിയത്. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിലെ ഇടതു സംഘടനാ നേതാവുമായ R പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന് ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ആഘോഷം. കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ആഘോഷം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.